ഞാൻ കേട്ട് സെറ്റ് സാധനം, അടിപൊളി സാധനം. ഇത് ഉറപ്പായിട്ട് ട്രെൻഡിങ്, അടിപൊളി സാധനം. കൊള്ളാല്ലേ? ആടാ 3 ദിവസത്തെ കഷ്ടപ്പാടായിരുന്നു, ഉറക്കവും ഇല്ല. ഇതിന്റെ പിന്നാലെ തന്നെ മൊത്തവും. ഇതെങ്കിലും ഒന്ന് കിട്ടിയാൽ മതിയായിരുന്നു. എടാ ഇതൊക്കെ റെഡിയാകൂടാ, സെറ്റ് സാധനം. ഇത് പുള്ളി മെസ്സേജ് ഇട്ടായിരുന്നു. ഇല്ലടാ, ട്രാക്കിന് അയച്ചു കൊടുത്തു, പക്ഷെ ഇത് റിപ്ലൈ ഒന്നും വന്നില്ല. എടാ ഒരു മിനിറ്റ് ഇപ്പം അങ്ങോട്ട് വിളിക്കേ. ബ്രോ, ഞാൻ ട്രാക്ക് ഇട്ടായിരുന്നു, നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമുള്ളത്, പ്രൊഡ്യൂസറിന് അത്ര കൺവേ ആയില്ല നമ്മൾ ഉദ്ദേശിച്ച ഇമോഷൻ. ആളുടെ കെയർ ഓഫിൽ ആരോ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ബ്രോ അധികം ഹോപ്പ് കൊടുക്കണ്ട. സോറി ബ്രോ. ബ്രോ എടോ, താൻ ജിസ് മ്യൂസിക് അല്ലേ? ഞാൻ തന്നെ വീഡിയോ കാണാറുണ്ട്. ബ്രോയുടെ പാട്ട് ഭയങ്കര ഫാനാട്ടോ ബ്രോ. ബ്രോ ഇത് എങ്ങോട്ടാ പോകുന്ന ബ്രോ? ഒന്ന് നിക്ക് ബ്രോ. ബ്രോ എടോ, തനിക്ക് എന്തോ വേണ്ടേ? ചേട്ടോ 2 ചായ. തനിക്ക് എന്തോ വേണ്ടേ? താനിവിടെ ഷോ അടിച്ചിരിക്കുന്നുണ്ട്, കമ്പനി വരാന്ന് വെച്ചു. വേറെ ഒന്നുമില്ല. ചായ റെഡി. ബ്രോ ചായ കുടി. വേണ്ട ബ്രോ, വേണ്ട. സഹോ ചായയാണ്, വേറൊന്നുമല്ല. വേണ്ട ബ്രോ. പിടിയെന്നേ ഒരു ചായ കുടിച്ചെന്ന് തന്നെ ഒന്നും പറ്റാനൊന്നും പോകുന്നില്ല. ഇവിടുത്തെ ബ്രെഡ് ഓംലെറ്റ് കഴിച്ചിട്ടുണ്ടോ? സെറ്റ് സാധന. തൻ്റെ 2 പറഞ്ഞാലോ? വേണ്ടല്ലേ? വേണ്ട. ഈ ആഗോളവൽക്കരണം കാണാൻ ചായ കുടിക്കാൻ പോലെ തന്നെ പാടാന്നേ. അതിൻ്റെ ഇടയ്ക്ക് സ്റ്റോർ മാർക്കറ്റ് വിടുന്നു. അതിൻ്റെ കൂടി ഒടുക്കത്തെ കാലാവസ്ഥ. തൻ്റെ അഭിപ്രായം എന്താ അതിനെ കുറിച്ച്? എന്തോ ബ്രോ, എന്തോ വേണ്ട? നമുക്കെന്താ ബ്രോ വേണ്ടത്? തൻ്റെ വലിയ ഫാനാ നമ്മള്. ആ ഗിറ്റാർ വെച്ചൊരു ഫോട്ടോ കാച്ചിയാല. ഗിറ്റാർ സഹോദര എങ്ങോട്ടാ ഇങ്ങേരുത്? എടോ നിക്കണോ? ചേട്ടാ കാശ് വന്നിട്ടേ. എടാ ശരിക്കുള്ള നിന്റെ പ്രശ്നം എന്തോ? ബ്രോ, ഞാനൊരു സോങ് ചെയ്തു. എൻ്റെ എല്ലാ പ്രതീക്ഷ അതിലായിരുന്നു. എനിക്കെല്ലാം ഉറപ്പുണ്ടായിരുന്നു. സംഭവം പ്രൊഡ്യൂസറിന് ഇഷ്ടമായില്ല. എൻ്റെ ഉറക്കവും കഷ്ടപ്പാടും എല്ലാ ട്രാക്കിലായിരുന്നു. ഇനിയിപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. എൻ്റെ എല്ലാ ഹോപ്പും പോയി. വലിയ ഫിലോസഫി ആണെന്ന് വിചാരിക്കണ്ട. എന്നാലും നമ്മുടെ ജീവിതം ഈ ഫ്രണ്ട് കാണുന്ന കടൽത്തീരം പോലെ, തിരമാലകൾ പോലെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നും പോയിക്കൊണ്ടിരിക്കും. നിന്റെ ലൈഫിൽ ഇപ്പോൾ വന്നിരിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. അത് ഈ തിരമാല പോലെ ഇറങ്ങിയും പോകൂടാ. അത്രയും സമയത്തേക്ക് നീ ഹോപ്പ് വിടാതെ. എന്തായാലും ഞാൻ അല്ല, ദേവക്കല്ലേ കൂടെ ഉള്ളത്. അങ്ങേര് നിന്നെ നല്ലൊരു തീരത്ത് എത്തിക്കോടാ. ഞാൻ ചോദിക്കണമെന്ന് വെച്ചാൽ ബ്രോയുടെ പേരെന്താ? അത് എനിക്കുള്ള ഫോണാ, എടുത്തോ. ഹലോ ജീസ് അല്ലേ? അതെ, ഞാൻ ഫാദർ ലിൻസൺ. ഞാൻ കൊല്ലം ഡയസേഴ്സിലെ അച്ഛനാണ്. ഞാൻ ആക്സിഡൻ്റലി ജിസിൻ്റെ പാട്ട് കേൾക്കാൻ ഇടയായി ഇൻസ്റ്റാഗ്രാമിൽ. ഞാൻ വിളിച്ചത് ഈ പ്രാവശ്യത്തെ VBSന് ഞങ്ങളെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? അച്ഛാ, നമുക്ക് എനിക്കെല്ലാം താല്പര്യമുണ്ട്. വെരി ഗുഡ്. അങ്ങനെ നമുക്ക് ഒരുമിച്ചൊന്ന് മീറ്റ് ചെയ്യാം. ഞാൻ കോൺടാക്ട് ചെയ്യാം. ഓക്കെ ശരി ബ്രോ. ഞാനിന്നോട് പോയി.
ചേട്ടാ പൈസ ഞാൻ നാളത്തേക്ക് അറേഞ്ച് ചെയ്യും ചേട്ടാ. നാളെ എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യും ചേട്ടാ. ചേട്ടാ ഇപ്പം ഇത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ നാളെ തരാമെന്ന് പറഞ്ഞില്ലേ? ഞാൻ നാളെ സെറ്റ് ചെയ്യും എങ്ങനെയെങ്കിലുമൊക്കെ. ബ്രോ ഒരു ചായ കുടിച്ചാലാ?